Dear students, today we have to discuss a very important chapter of organic chemistry, that is haloalkanes and haloarenes. Haloalkanes and haloarenes. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് വെരി ക്ലിയർ, ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ഹാലജൻ കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹാലജൻസ്. ഓക്കെ, നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഡിസ്കഷനിൽ വരുന്നത്. അതിലൊന്ന് ഹാലോ ആൽക്കെയിൻസിൻ്റെ മെയിൻ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ആൽക്കൈൽ ഹാലൈഡ്സ് ഏതൊക്കെ മെത്തേഡ്സിൽ പ്രിപ്പയർ ചെയ്യും? മക്കളതിൽ ഫസ്റ്റ് മെത്തേഡ് ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഫ്രം ആൽക്കഹോൾസ്. നിങ്ങൾക്കറിയാം ആൽക്കഹോൾസിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ലിസൺ, ആൽക്കഹോൾസ് are OH. Alcohol treated with concentrated HCl in the presence of anhydrous zinc chloride. എന്തൊക്കെ റിയാക്റ്റൻസ് നോക്കിക്കേ. ആൽക്കഹോൾ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് അൺഹൈഡ്രസ് zinc chloride. We get alkyl chloride plus byproduct water. മക്കളെ, ആൽക്കഹോൾസിലെ OH ഗ്രൂപ്പ് റിമൂവ് ചെയ്യും. OH ഗ്രൂപ്പിന് പകരം അവിടെ ക്ലോറിൻ കണക്റ്റായി. കണ്ടോ, ആൽക്കഹോൾസിനെ ആൽക്കൈൽ ക്ലോറൈഡായിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് HClഉം അൺഹൈഡ്രസ് zinc ക്ലോറൈഡും യൂസ് ചെയ്യും. ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. ക്ലിയർ? ദെൻ HClഉം അൺഹൈഡ്രസ് zinc ക്ലോറൈഡും ചേർന്ന മിക്സ്ചറിനെ ലുക്കാസ് റിയേജന്റ് എന്നാണ് പറയുക. വി നോ ഇറ്റ് ഈസ് കോൾഡ് ലുക്കാസ് റിയേജന്റ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, യു സി എൻ എക്സാമ്പിൾ. കൺസിഡർ എത്തനോൾ, ഇല്ലേ, 2 കാർബണുള്ള ആൽക്കഹോൾ. സോ വാട്ട് ഇസ് നെയിം? എത്തനോൾ. എത്തനോളിലേക്ക് HCl ആഡ് ചെയ്യുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് zinc chloride. Anhydrous zinc chloride. മക്കളെ, what will be the product? Very clear. We get CH3, CH2, OH ഗ്രൂപ്പിന് പകരം ക്ലോറിൻ വരും, പ്ലസ് ബൈ പ്രോഡക്റ്റ് വാട്ടർ. ക്ലിയർ? നോ, എത്തനോൾ ഗീവ്സ് ക്ലോറോ ഈഥെയിൻ. എത്തനോൾ ഗീവ്സ് ക്ലോറോ ഈഥെയിൻ. അപ്പോൾ ആൽക്കഹോൾസിനെ ആൽക്കൈൽ ക്ലോറൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ HCl സ്യൂട്ടബിളാണ്. മക്കളെ ഓർക്കുക, ആൽക്കഹോൾസിൽ HBr ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ ബ്രോമൈഡ് കിട്ടും. ആൽക്കഹോൾസിലേക്ക് HI ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ അയോഡൈഡ് കിട്ടും. HCl, HBr, HI can be added to alcohol to prepare corresponding halogen compounds. You remember, HI, HCl, HI, HBr, HCl, then HF. Order of reactivity, an important point, remember, order of reactivity ഇതാണ്. മോർ റിയാക്റ്റീവ് ആരാ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക? HI ആണ് മോർ റിയാക്റ്റീവ്, പിന്നെ HBr, HCl, HF. ക്ലിയർ? ഹാലോ ആൽക്കെയിൻസിൻ്റെ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഫ്രം ആൽക്കഹോൾ. ഹൗ? ബൈ ആഡിങ് HCl ആൻഡ് അൺഹൈഡ്രസ് zinc chloride. OH ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ ക്ലോറിൻ വരും. ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ, യു സി അനദർ എക്സാമ്പിൾ. CH3, CH2, then CH2OH. കണ്ടോ, ഇത് ഒരു ആൽക്കഹോളാണ്. മക്കളെ, ആൽക്കഹോളിൻ്റെ നെയിമിംഗ് അറിയാലോ. 1, 2, 3. Numbering should be done in such a way that OH bearing carbon should get a list number. So what is the name? Listen,
its name propane. First carbonilana OH group. So name propane 1-ol. Then propane 1-ol HCl add in the presence of anhydrous zinc chloride. Now what will be the product? You see, product will be CH3, CH2, then CH2, OH group in pagaram chlorine connect cheya. Here ivadinnu number cheya 1 2 3. So what is name? 1-chloropropane. 1-chloropropane. There will be a byproduct water. Dear students, remember, alcohol can be converted into alkyl chloride by treating with HCl in the presence of anhydrous zinc chloride. Clear? Okay. ഇനി നമുക്ക് വേറൊരു പ്രിപ്പറേഷൻ ഉണ്ട്. യു സി അനദർ വേ. ടേക്ക് ആൽക്കഹോൾ. ആൽക്കഹോളിനെയാണ് മക്കളെ ROH എന്ന് എഴുതുന്നത്. ആൽക്കഹോൾസിലേക്ക് സിംപ്ലി ആഡ് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് PCl5 ആഡ് ചെയ്യാം. Then what happened? That OH group replaced by chlorine. You see, we get alkyl chloride. Then two byproduct is there. One POCl3. Then another byproduct HCl. Remember, alcohol can be converted into alkyl chloride by using PCl5. If we use PCl5, two byproducts will be obtained. Now consider a particular example, CH3, CH2, OH. You see how many carbon? 2. So what will be the name? Very clear, it is ethanol. Then ethanol treated with PCl5. Now what will be the main product? Come on dears, CH3, CH2, OH, adinu pagaram chlorine varum. Now byproduct POCl3 plus HCl. Clear? Then just recall the points. Alcoholsine alkyl chlorides like convert cheyan oru method eda HCl um anhydrous zinc chloride um add cheya. Endha second method? Alcohols like PCl5 add cheya. Clear? You see another method. Take alcohol. Again consider alcohol. മക്കളെ ആൽക്കഹോളിലേക്ക് PCl3 ആഡ് ചെയ്യാം. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, PCl3 ആഡ് ചെയ്യുമ്പോൾ we have to balance the equation. We should write 3 moles of alcohol. Now product will be, you see, 3R OH group replaced by chlorine. Now we get again alkyl chloride. Now remember, in case of PCl3, byproduct will be phosphorus acid H3PO3. Now alcohol react with PCl3, product alkyl chloride and byproduct H3PO3. Now consider a very simplest example. Consider methanol. Remember, only one carbon, hence the name methanol. Take 3 moles of methanol, then treated with PCl3. Come on, what will be the main product? 3 moles of methyl chloride or chloromethane. Now byproduct will be H3PO3. Clear? That's the third preparation method. Now remember, first one HCl and anhydrous zinc chloride. Second method by using PCl5. Third method by using PCl3. Now here another method. Take alcohol. Consider alcohol. I write ROH. Now to this alcohol add SOCl2. Add SOCl2. We know SOCl2 name thionyl chloride. Thionyl chloride. Listen, alcohol react with thionyl chloride, main product alkyl chloride. OH group replaced by chlorine. Here we get 2 byproduct. One sulfur dioxide, another byproduct HCl.
Dear students, remember the sulfur dioxide and HCl. These two byproducts are gases. രണ്ട് ബൈപ്രോഡക്റ്റും ഗ്യാസസ് ആണ്. അതുകൊണ്ട് അത് ആ റിയാക്ഷൻ മിക്സ്ചറിൽ നിന്നും എക്സ്പെൽഡ് ഫ്രം ദ റിയാക്ഷൻ മിക്സ്ചർ, ആ റിയാക്ഷൻ മിക്സ്ചറിൽ നിന്നും എസ്കേപ്പ് ചെയ്യും. അതുകൊണ്ടാണ് SO2 കഴിഞ്ഞിട്ട് മുകളിലേക്ക് ആരോ വരച്ചത്, HCl കഴിഞ്ഞിട്ടും മുകളിലേക്ക് ഒരു ആരോ വരച്ചു. രണ്ട് ബൈപ്രോഡക്റ്റും റിയാക്ഷൻ മിക്സ്ചറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. ക്ലിയർ? അതുകൊണ്ട് ഈ കിട്ടുന്ന പ്രോഡക്റ്റ് RCl പ്യുവർ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. പ്യുവർ ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും. ലിസൺ, പ്രോഡക്റ്റ് പ്യുവർ ആൽക്കൈൽ ക്ലോറൈഡ് ആയത് കാരണം ക്ലോറൈഡ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ബെസ്റ്റ് റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് ആണ്. മറക്കരുത്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലൈക്ക് ദിസ്: ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് ഫ്രം ആൽക്കഹോൾ, thionyl chloride is the best reagent, give reason. What will be your answer? Simply write, if thionyl chloride is used, we get two byproducts SO2 and HCl. These are escapable gases. These are escapable gases. They expelled from the reaction mixture. So the product alkyl chloride will be pure. That is why thionyl chloride is preferred for the preparation of ആൽക്കൈൽ ക്ലോറൈഡ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, ആ പോയിന്റ് നോട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. കൺസിഡർ എത്തനോൾ. കണ്ടോ, 2 കാർബണുള്ള ആൽക്കഹോൾ, വീണ്ടും ഞാൻ എഴുതി എത്തനോൾ. ഇതിലോട്ട് തയോണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുക, SOCl2. എന്തായിരിക്കും പ്രോഡക്റ്റ്? CH3 CH2 ദെൻ OH ഗ്രൂപ്പിന് പകരം ക്ലോറിൻ കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ 2 ബൈ പ്രോഡക്റ്റ് വരും, സൾഫർ ഡയോക്സൈഡും HCl. Both byproducts are escapable gases. So product will be pure. So listen, simply recall. ആൽക്കഹോൾസിനെ ആൽക്കൈൽ ക്ലോറൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്സുകൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത്. ലിസൺ, ഇറ്റ് ഈസ് ആൽക്കഹോൾ ഇല്ലേ? ആൽക്കഹോൾസിനെ ആൽക്കൈൽ ക്ലോറൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്ന് HClഉം സിങ്ക് ക്ലോറൈഡും യൂസ് ചെയ്തു. വേറൊരു മെത്തേഡ് PCl5 യൂസ് ചെയ്തു. വേറൊരെണ്ണം PCl3 യൂസ് ചെയ്തു. വേറൊരു മെത്തേഡ് തയോണൈൽ ക്ലോറൈഡ് യൂസ് ചെയ്തു. 4 മെത്തേഡ് ഇപ്പം നിങ്ങൾ പഠിച്ചു. ആൽക്കഹോൾസിനെ ആൽക്കൈൽ ക്ലോറൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4 മെത്തേഡ്സ് ആണ് ഇപ്പോൾ ഇതുവരെയും ഡിസ്കഷൻ കഴിഞ്ഞത്. ഏതൊക്കെയാ? PCl5, PCl3, തയോണൈൽ ക്ലോറൈഡ്, HCl ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ക്ലിയർ മക്കളെ? ഇതിൽ ഏറ്റവും ബെസ്റ്റ് റിയേജന്റ് ഏതാ? Thionyl chloride is the best reagent. Tell me what is the reason? Byproducts are escapable gases and product will be pure. Clear? Halo alkanes chapterൽ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധമുള്ള ഒരു സെക്ഷനാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞത്. മക്കളെ, ഇനി ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധമുള്ള റിലേറ്റഡ് ആയ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്, റിമെമ്പർ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയും. നെയിംഡ് റിയാക്ഷനാണ്, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ റിയാക്ഷൻ്റെ നെയിം? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. റിമെമ്പർ മക്കളെ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് ആൽക്കൈൽ ക്ലോറൈഡ്. ആൽക്കൈൽ ക്ലോറൈഡിലേക്ക് സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യാം. സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൽക്കൈൽ അയോഡൈഡ്. ആൽക്കൈൽ അയോഡൈഡ് പ്ലസ് ദെൻ സോഡിയം ക്ലോറൈഡ്. നോക്കിക്കേ, ഇറ്റ് ഈസ് എ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. കണ്ടോ മക്കളെ, ക്ലോറൈഡിന് പകരം അയോഡൈഡ് ആക്കി മാറ്റാണ്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് എൻ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. സിമിലർലി ആൽക്കൈൽ ബ്രോമൈഡ് RBr react with sodium iodide. Now remember, it is a halogen exchange reaction. ആ ബ്രോമിൻ്റെ സ്ഥാനത്ത് ഏത് വരും? ബ്രോമിന് പകരം അവിടെ അയഡിൻ വരും. ബ്രോമിന് പകരം അയഡിൻ കണക്ട് ചെയ്യാം. യു സി അയോഡൈഡ് ആകും, പ്ലസ് ബൈ പ്രോഡക്റ്റ് NaBr. Halogen exchange reaction. Then what is Fingelstein reaction? Remember, very important point. Chlorides, alkyl chlorides and alkyl bromides can be converted into alkyl iodides.
by treating with NaI. This reaction is called Fingelstein reaction. Consider a simple example, CH3, CH2, CH2Br. കണ്ടോ മക്കളെ, ഇത് ബ്രോമിനുള്ള കോമ്പൗണ്ടാണ്. എവിടുന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യണം? ഹാലജൻ ഷുഡ് ഗെറ്റ് ലീസ്റ്റ് നമ്പർ. അപ്പോൾ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. വാട്ട് വിൽ ബി ദ കറക്റ്റ് IUPAC നെയിം? 1 ബ്രോമോ അല്ലേ? ഫസ്റ്റിലാണ് ബ്രോമിൻ. ഹൗ മെനി കാർബൺ? 3 കാർബൺ. സോ 1 ബ്രോമോ പ്രൊപ്പൈൻ. മക്കളെ ഇതിലേക്ക് NaI ആഡ് ചെയ്തു. റിമെമ്പർ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പോൾ എങ്ങനെ പ്രോഡക്റ്റ് വരും നോക്കൂ. CH3, CH2, CH2, bromine replaced by iodine. So I. Then byproduct. Listen, byproduct NaBr is the byproduct. ഇതിനെ ഈ എൻഡിൽ നിന്ന് നമ്പർ ചെയ്യണം അല്ലേ? ആഡ് iodine should get list number. So name 1 iodopropane. 1 iodopropane. Clear? അപ്പോൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്താന്ന് പഠിച്ചു. മക്കൾ പറ, എന്താ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ? ആൽക്കൈൽ ക്ലോറൈഡ്സും ആൽക്കൈൽ ബ്രോമൈഡ്സും NaIൻ്റെ കൂടെ ട്രീറ്റ് ചെയ്താൽ ആൽക്കൈൽ അയോഡൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. യു സീ എ ക്വസ്റ്റ്യൻ, ഇൻ ഈസി ക്വസ്റ്റ്യൻ. ഹിയർ CH3, CH2, CH2OH. ഇറ്റ്സ് എൻ ആൽക്കഹോൾ. ഇവിടുന്ന് നമ്പർ ചെയ്യുക. there are 3 carbon, hence the name propan1-ol. Now treated with the SOCl2, then you get a product X. Now to this product add NaI, then you will get Y. Identify X and Y. This type of question may be asked. മക്കളെ ഇതിൽ 2 പ്രോഡക്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എക്സും വൈയും. ഒന്ന് ഓർത്തേ, ഫസ്റ്റത്തത് ആൽക്കഹോളിലേക്ക് പറ, ആൽക്കഹോളിലേക്ക് തയോണൈൽ ക്ലോറൈഡ് ചേർത്താൽ എങ്ങനെ പ്രോഡക്റ്റ് ചെയ്ത OH ഗ്രൂപ്പിന് പകരം ക്ലോറിൻ എഴുതണം. OH ഗ്രൂപ്പ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ. CH3, CH2, OH ഗ്രൂപ്പിന് പകരം ക്ലോറിൻ എഴുതി. ക്ലിയർ? ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ബെസ്റ്റ് റിയേജൻ്റ് തയോണൈൽ ക്ലോറൈഡാണ്. അപ്പോൾ എക്സ് കിട്ടി. ഇനി മക്കളെ വൈ എന്താന്ന് നോക്കിക്കേ. യു സി വൈ NaI ആണ് ചേർക്കേണ്ടത്. ഏതിലേക്ക് ചേർക്കണം? എക്സിലോട്ട് ചേർക്കണം. എക്സ് ക്ലോറൈഡാണ് മക്കളെ. ക്ലോറൈഡിലേക്ക് NaI ചേർത്താൽ ഏതാ റിയാക്ഷൻ? ഫിംഗൽസ്റ്റീൻ റിയാക്ഷനാണ്. എങ്ങനെ പ്രോഡക്റ്റ് എഴുതും? ക്ലോറൈഡിന് പകരം അയോഡൈഡ് ആക്കിയിട്ട് എഴുതണം. സോ ഹിയർ ക്ലോറിന് പകരം അവിടെ അയഡിൻ എഴുതി. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ക്ലിയർ? നൗ ആൽക്കഹോൾസിൽ നിന്ന് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു. പിന്നെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ പറഞ്ഞു. ഫിംഗൽസ്റ്റീൻ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനാണ്. മക്കളെ പഠിക്കുക. വേറൊരു ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സോഡ്സ് റിയാക്ഷൻ എന്ന് പറയും. സോഡ്സ് റിയാക്ഷൻ ശ്രദ്ധിക്കുക. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സോഡ്സ് റിയാക്ഷനും ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനാണ്. ഇനി എന്താണ് സോഡ്സ് നോക്കാം. ആൽക്കൈൽ ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽ ഫ്ലൂറൈഡ്. മെറ്റൽ ഫ്ലൂറൈഡിന് എക്സാമ്പിളാണ് AgF. നോക്കൂ, ആൽക്കൈൽ ക്ലോറൈഡ് AgFുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. യു സി a chlorine replaced by fluorine now become RF plus another byproduct, you see AgCl, halogen exchange reaction. This reaction is called Sod's reaction. What is Sod's reaction? Alkyl chloride reacts with metal fluoride to form alkyl fluoride. Similarly, alkyl bromide react with AgF, silver fluoride. We get alkyl fluoride, RF, plus byproduct AgBr. Byproduct AgBr. These two reactions, these two are known as Sod's reaction. Just like Fingelstein reaction, dear students, remember what is Sod's reaction? Alkyl chlorides and bromides converted into alkyl fluorides by treating with metal fluoride like AgF. മക്കളെ, ആ AgFന് പകരം
വേണമെങ്കിൽ നമുക്ക് മെർക്കുറസ് ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം, അപ്പോഴും സെയിം റിസൾട്ട് കിട്ടും, ഐ മീൻ ഫ്ലൂറൈഡ് കിട്ടും. മെർക്കുറസ് ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റിമണി ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൊബാൾട്ട് ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം. ഇതൊക്കെ മെറ്റൽ ഫ്ലൂറൈഡ്സ് ആണ്. അപ്പോൾ സോഡ്സ് റിയാക്ഷനും ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും ഏത് കാറ്റഗറിയിൽ വരും? ഇത് രണ്ടും ഏതിലാണ് വരുന്നത്? ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനിലാണ്. ഫിംഗൽസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ്സിനെയും ബ്രോമൈഡ്സിനെയും അയോഡൈഡിലേക്ക് കൺവേർട്ട് ചെയ്യലാണ്. സോഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ്സിനെയും ബ്രോമൈഡ്സിനെയും ഫ്ലൂറൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പറഞ്ഞ കോൺസെപ്റ്റ് മെഷർ ചെയ്യുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ, എല്ലാവർക്കും കിട്ടാവുന്ന ഒരു ഈസി പ്രോബ്ലം ആണ്. നോക്കിക്കേ. കൺസിഡർ CH3 CH2 CH2OH. മക്കളെ, ആൽക്കഹോളിൻ്റെ നെയിമിംഗ് അതിൻ്റെ കൂടെ പഠിക്കുക. നമ്പർ ചെയ്യുമ്പോൾ OH ഗ്രൂപ്പ് ഷുഡ് ഗെറ്റ് ലിസ്റ്റ് നമ്പർ. അതുകൊണ്ടാണ് OH സൈഡിൽ നിന്ന് ഞാൻ നമ്പർ സ്റ്റാർട്ട് ചെയ്തത്. There are 4 carbon, so name start with butane 1-ol because OH with first carbon, butane 1-ol. ഇനി ഇതിലേക്ക് PCl5 ആഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് X. ഇനി ഇതിലേക്ക് AgF ആഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് Y. ഐഡൻറ്റിഫൈ X ആൻഡ് Y. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ X ഏതാണ്, Y ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. മക്കൾ ഓർത്തെ, ആൽക്കഹോളിലേക്ക് PCl5 ആഡ് ചെയ്താൽ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? OH ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക, പകരം ആ പൊസിഷനിൽ ക്ലോറിൻ കണക്ട് ചെയ്യുക. OH റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ. നൗ ഹിയർ ഈസ് ദ പ്രോഡക്റ്റ്. യു സി, OH റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ. അപ്പോൾ X കിട്ടി. മക്കളെ, ഇനി Xലേക്ക് എന്ത് ആഡ് ചെയ്യണം? AgF ആഡ് ചെയ്യുക. റിമെമ്പർ, അതാണ് സോഡ്സ് റിയാക്ഷൻ. AgF ആഡ് ചെയ്യുമ്പോൾ how will you write the product? Chlorine replaced by fluorine. So here CH3 CH2 CH2 CH2, that chlorine replaced by fluorine. Now here X and Y. Clear? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പ്രിപ്പറേഷനാണ് ഞാൻ ഇത്രയും ടൈമിൽ പറഞ്ഞു തന്നത്. ഏതൊക്കെ സോഴ്സാണ് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്തേ. ആദ്യം പറഞ്ഞത് ഫ്രം ആൽക്കഹോൾസ്, അതിൽ തന്നെ 4 മെത്തേഡ്സ് പറഞ്ഞു. ഒന്ന് HCl-ഉം സിങ്ക് ക്ലോറൈഡും, 2 PCl5, 3 PCl3, 4th തയോണൈൽ ക്ലോറൈഡ്. അതിൽ ബെസ്റ്റ് തയോണൈൽ ക്ലോറൈഡാണ്. രണ്ടാമത് പറഞ്ഞതാണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. അതിൽ 2 കേസ് പറഞ്ഞു, ഫിംഗൽസ്റ്റീനും പറഞ്ഞു, സോഡ്സ് റിയാക്ഷനും പറഞ്ഞു. ഫിംഗൽസ്റ്റീൻ എന്താ? ക്ലോറൈഡ്സിനെയും ബ്രോമൈഡ്സിനെയും അയോഡൈഡിലേക്ക് കൺവേർട്ട് ചെയ്യലാണ്. എന്താ സോഡ്സ് റിയാക്ഷൻ? ക്ലോറൈഡ്സിനെയും ബ്രോമൈഡ്സിനെയും ഫ്ലൂറൈഡ്സിലേക്കുള്ള കൺവേർഷനാണ്. ക്ലിയർ? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പ്രിപ്പറേഷനിലെ 3 മെയിൻ മെത്തേഡ്, ഇമ്പോർട്ടൻ്റ് ആയ ചില മെത്തേഡ്സുകളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്ക് ഇതേപോലെ അറൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന ചില മെത്തേഡ്സ് ഒന്ന് പഠിക്കാം. അറൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ നോക്കൂ, അറൈൽ ഹാലൈഡ്സിനെ നമുക്ക് ബെൻസീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാം ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. നോക്കിക്കേ, ബെൻസീനെ ക്ലോറിനേഷൻ ചെയ്യുക ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ബെൻസീനിലേക്ക് ക്ലോറിൻ ചേർത്താൽ വിനോ അത് ക്ലോറോ ബെൻസീനായിട്ട് മാറും. വി ഗെറ്റ് ക്ലോറോ ബെൻസീൻ. ബെൻസീനിൽ ക്ലോറിൻ കണക്ട് ചെയ്ത് ക്ലോറോ ബെൻസീൻ. അപ്പോൾ ഇത് അറൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ബെൻസീൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ക്ലോറോ ബെൻസീൻ. ക്ലിയർ? ഇനി മക്കളെ, അറൈൽ ഹാലൈഡ് പ്രിപ്പറേഷനിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. അറൈൽ ഹാലൈഡ്സിനെ നമുക്ക് ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. വി ക്യാൻ പ്രിപ്പയർ അറൈൽ ഹാലൈഡ് ഫ്രം ഡയസോണിയം സാൾട്ട്. ഇതേ ടോപ്പിക്ക്, ഈ ഡയസോണിയം സാൾട്ട് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് അമീൻസ് ചാപ്റ്ററിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിക്കാം. അറൈൽ ഹാലൈഡ്സിനെ ഡയസോണിയം സാൾട്ടിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്താണ് ഈ ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇത് അനിലീനാണ്. ശ്രദ്ധിക്കെല്ലാവരും, ഇതാണ് അനിലീൻ. ബെൻസിൻ റിങ്ങിൽ NH2 കണക്ട് ചെയ്താൽ ഏതാ കോമ്പൗണ്ട്? അനിലീനാണ്. മക്കളെ, അനിലീൻ്റെ കൂടെ NaNO2HCl ആഡ് ചെയ്യുക. എന്തൊക്കെയാ? NaNO2HCl വെരി ലോ ടെമ്പറേച്ചറാണ്, അറൗണ്ട് 273 അപ് ടു 278 കെൽവിനിൽ ഹീറ്റ് ചെയ്യണം.
അപ്പോൾ വെരി ലോ ടെമ്പറേച്ചർ at 273 എന്ന് പറയുമ്പോൾ ഏകദേശം 0 ഡിഗ്രി അല്ലേ സെൽഷ്യസേ വരുന്നുള്ളൂ. അപ്പോൾ അനിലിൻ ട്രീറ്റഡ് വിത്ത് NaNO2 ആൻഡ് HCl. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ്, ശ്രദ്ധിച്ചേ, ഇതാ ആ ക്ലോറിൻ അനിലിന് NH2 ഗ്രൂപ്പിന് പകരം N2Cl ആണ് അവിടെ വരിക. N2Cl, N2+Cl-. ഈ പ്രോഡക്റ്റിൻ്റെ പേരാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ദിസ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ലിസൺ, അനിലിനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഇതൊക്കെ ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ് മക്കളെ, നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ അതേ ടോപ്പിക് നമുക്ക് അമീൻസ് ചാപ്റ്ററിലും വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ നമുക്ക് 2 സ്ഥലത്ത് യൂസ്ഫുൾ ആവുകയാണ്. എന്താ ഡയസോണിയം സാൾട്ട്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അനിലിൻ ട്രീറ്റഡ് വിത്ത് NaNO2 ആൻഡ് HCl വി ഗെറ്റ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ആ റിയാക്ഷൻ്റെ നെയിം എന്താ? ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്നാണ് പറയാം, മറക്കരുത്. കൺവേർഷൻ ഓഫ് അനിലിൻ ഇൻറ്റു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് കോൾഡ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. കിട്ടുന്ന റിയാക്ഷനെയാണ് ഡയസോട്ടൈസേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ അറൈൽ ഹാലൈഡ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നോക്കിക്കേ, ഇത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡാണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ അറൈൽ ഹാലൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുപ്രസ് ക്ലോറൈഡ് ആഡ് ചെയ്യുക, പിന്നെ HCl-ഉം. കുപ്രസ് ക്ലോറൈഡും HCl-ഉം ആഡ് ചെയ്യുക. അതേപോലെ കുപ്രസ് ബ്രോമൈഡും HBr-ഉം ആഡ് ചെയ്യുക. ലിസൺ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ട്രീറ്റഡ് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ആൻഡ് HCl, സിമിലർലി കുപ്രസ് ബ്രോമൈഡ് ആൻഡ് HBr. കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കേ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ക്ലോറോബെൻസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ബിക്കം ക്ലോറോബെൻസീൻ. നൗ ഹിയർ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇവിടെ ബ്രോമോബെൻസീൻ ആയിട്ട് മാറും. ഒരു ബൈ പ്രോഡക്റ്റ് ഓർക്കുക, N2. ഇവിടെയും N2. ഈ റിയാക്ഷനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനുമാക്കി കൺവേർട്ട് ചെയ്യുന്ന ഈ കാണുന്ന റിയാക്ഷനെ, അതായത് കുപ്രസ് ക്ലോറൈഡും HCl-ഉം ആഡ് ചെയ്യണം, കുപ്രസ് ബ്രോമൈഡും HBr-ഉം ആഡ് ചെയ്യണം. ഈ റിയാക്ഷൻ പറയുന്ന നെയിം എന്താ? ഇറ്റ് ഈസ് കോൾഡ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. ഇതിനെയാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മക്കളിത് 2 ചാപ്റ്ററിൽ വരുന്നത് കൊണ്ടാണ് ഇതിവിടെ അങ്ങനെ തന്നെ ആദ്യമേ പഠിപ്പിക്കുന്നത്, സാൻ മേയേഴ്സ് റിയാക്ഷൻ. അപ്പോൾ എന്താ സാൻ മേയേഴ്സ് റിയാക്ഷൻ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ആൻഡ് HCl to form chlorobenzene. Similarly, benzene diazonium chloride reacts with cuprous bromide and HBr gives bromobenzene and nitrogen. ഇതിനെ സാൻ മേയേഴ്സ് എന്നാണ് പറയാം. ഇനി അതേപോലെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ശ്രദ്ധിക്ക്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇതിനെ പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക, Ki. പൊട്ടാസ്യം അയോഡൈഡിൽ ട്രീറ്റ് ചെയ്താൽ മക്കളെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അയഡോബെൻസീൻ ആയിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് ആണ് N2+KCl. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് ഹാലോ അറീൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറഞ്ഞു. അതിലൊന്ന് ബെൻസീന് ക്ലോറിനേഷൻ ചെയ്താൽ ക്ലോറോബെൻസീൻ കിട്ടും. രണ്ടാമത്തതാണ് ഫ്രം ബെൻസീൻ ഡയസോണിയം സാൾട്ട്. അപ്പോൾ ആദ്യം ഡയസോട്ടൈസേഷൻ പറഞ്ഞു, അതിനുശേഷം സാൻ മേയർ പറഞ്ഞു തന്നു, പിന്നെ ലാസ്റ്റിൽ അയഡോബെൻസിൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡും പറഞ്ഞു. ഇതാണ് അറൈൽ ഹാലൈഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്. ക്ലിയർ? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സും അറൈൽ ഹാലൈഡ്സും പ്രിപ്പയർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ചില കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് പറയാൻ പോകുന്നത്. മക്കളെ, ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. നല്ലോണം ശ്രദ്ധിക്കുക, ഏതാ? ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ലിസൺ,
ആൽക്കൈൽ ഹാലൈഡ് മെയിൻലി അണ്ടർഗോ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് പഠിക്കണം എന്താണ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ലിസൺ, കൺസിഡർ ആൽക്കൈൽ ഹാലൈഡ്. അതിനെ ഞാൻ RX എന്ന് എഴുതാണ്. മക്കളെ, ഈ ആൽക്കൈൽ ഹാലൈഡ്സിലേക്ക് ഒരു ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്തു. എന്താ ന്യൂക്ലിയോഫൈൽ? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസിനെ ന്യൂക്ലിയോഫൈൽ എന്നാണ് പറയാം. +1 പഠിക്കുന്നതാണ് മക്കളെ, മെമ്മറി ഉണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. എന്താ ന്യൂക്ലിയോഫൈൽ? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. മക്കളെ, ഇവിടെ ഹാലജനിൽ ഈ RXൽ ഹാലജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജാണ്, കാരണം അതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഈ കാണുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന് പാർഷ്യൽ പോസിറ്റീവാണ്. ക്ലിയർ? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൽ ഹാലജൻ പാർഷ്യൽ നെഗറ്റീവും ആൽക്കൈൽ ഗ്രൂപ്പ് പാർഷ്യൽ പോസിറ്റീവുമാണ്. ഇതിലേക്കൊരു ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്തു. ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ റിച്ച് ആണെന്ന് പറഞ്ഞു. മക്കളെ, ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് എവിടെയാണ് കണക്ട് ചെയ്യുക? പോസിറ്റീവ് സെൻറ്ററിനെ അത് അറ്റാക്ക് ചെയ്യും. ഇതാണ് പോസിറ്റീവ് സെൻറ്റർ. അല്ലേ? റെഡി അല്ലേ? നോക്കും, ന്യൂക്ലിയോഫൈൽ പോസിറ്റീവ് സെൻറ്ററിനെയാണ് അറ്റാക്ക് ചെയ്യുക. സോ വി ഗെറ്റ്, നോക്കിക്കേ, R ആ ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് ന്യൂക്ലിയോഫൈൽ കണക്റ്റ് ആവും, ലൈക്ക് NU. നൗ X- ഇങ്ങനെ കിട്ടും. ഈ X- ലീവിങ് ഗ്രൂപ്പ് എന്നാണ് പറയാം. അതിന് ഡിറ്റാച്ച് ചെയ്ത ഗ്രൂപ്പാണ് ലീവിങ് ഗ്രൂപ്പ്. ഈ റിയാക്ഷനെയാണ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? റിയാക്ഷൻ ഇൻ വിച്ച് ഹാലജൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂക്ലിയോഫൈൽ ഈസ് കോൾഡ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒന്നുകൂടി പറയാം. റിയാക്ഷൻ ഇൻ വിച്ച് ഹാലജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ഈസ് കോൾഡ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നോക്കൂ, ഇത് ആൽക്കൈൽ ഹാലൈഡാണ്. മക്കളെ, ഈ ആൽക്കൈൽ ഹാലൈഡിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. നോക്കിക്കേ, അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, അക്വസ് NaOH ആഡ് ചെയ്തു. മക്കളെല്ലാവരും ശ്രദ്ധിക്ക്, ഇതിൽ ഈ OH- ആണ് ഇവിടുത്തെ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ പ്രോഡക്റ്റ് എഴുതുന്നത്, ലിസൺ, R ആ എക്സിന് പകരം, ദാറ്റ് മീൻസ് ഹാലജന് പകരം സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ കണക്ട് ചെയ്തു, ROH. ബൈ പ്രോഡക്റ്റ് NaX. കണ്ടോ, ആൽക്കഹോളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിലേക്ക് കൺവെർട്ട് ചെയ്തു. മക്കളെ, ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഒന്നുകൂടി പറഞ്ഞ്, എന്താ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? റിയാക്ഷൻ in which halogen is replaced by a strong nucleophile is called nucleophilic substitution reaction. Clear? അതിന് ഒരു എക്സാമ്പിൾ ആണ് ആൽക്കൈൽ ഹാലൈഡിൽ അക്വസ് NaOH ചേർത്താൽ ആൽക്കഹോൾ കിട്ടും. നമുക്കൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എഴുതാം. CH3Br. CH3Brലേക്ക് അക്വസ് NaOH ആഡ് ചെയ്തു. മക്കളെ, ഒന്ന് പറഞ്ഞു നോക്ക്, എന്തായിരിക്കും പ്രോഡക്റ്റ്? വെരി ക്ലിയർ, CH3. ദെൻ ബ്രോമിന് പകരം സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ OH കണക്ട് ചെയ്തു. കണ്ടോ, മെത്തനോൾ കിട്ടും. പിന്നെ ബൈ പ്രോഡക്റ്റ് വരിക NaBr എന്നാണ്. ഈ റിയാക്ഷനെയാണ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയാം. ക്ലിയർ? ഇനിയും ഇതേപോലെ വേറെയും ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നോക്കൂ, ഇത് ആൽക്കൈൽ ഹാലൈഡ്. ഇതിലേക്ക് പൊട്ടാസ്യം സയനൈഡ് ചേർക്കുക, KCN ആഡ് ചെയ്യാം. മക്കളെ, ഈ KCNൽ ഈ CN- ആണ് ഇവിടുത്തെ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. കിട്ടുന്ന പ്രോഡക്റ്റ് RCN. കണ്ടോ, ഹാലജൻ റീപ്ലേസ്ഡ് ബൈ എ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. എക്സിന് പകരം CN കണക്ട് ചെയ്തു. ബൈ പ്രോഡക്റ്റ് KX എന്നായിരിക്കും. കണ്ടോ, ബൈ പ്രോഡക്റ്റ് KX. ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാ? ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. What is nucleophilic substitution? Reaction in which halogen is replaced by a strong nucleophile is called nucleophilic substitution reaction. ഇപ്പോൾ KCN ആഡ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ പറയാം. നോക്കൂ, CH3CH2Br. ഇതിലേക്ക് KCN ആഡ് ചെയ്തു. മക്കളെ, ആരാ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ? CN ഗ്രൂപ്പാണ് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഹാലജന് പകരം സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ കണക്ട് ചെയ്തു.
ബൈ പ്രോഡക്റ്റ് KBr എന്നായിരിക്കും. KBr. മക്കളെ സയനൈഡിനെ എങ്ങനെയാണ് IUPAC സിസ്റ്റത്തിൽ നെയിം ചെയ്യാം? ഇതാ നോക്കിക്കേ, നമ്പർ ചെയ്യുക, കാർബൺ ടോട്ടൽ നമ്പർ ഇടുക. അതുകൊണ്ട് 3 കാർബൺ ഉണ്ട്. 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പൈൻ എന്ന് എഴുതാം. പ്രൊപ്പൈൻ. സയനൈഡ് വരുമ്പോൾ IUPAC നെയിം എന്താ? നൈട്രൈൽ എന്നാണ് പറയേണ്ടത്. സോ നെയിം പ്രൊപ്പൈൻ നൈട്രൈൽ എന്നാണ്. പ്രൊപ്പൈൻ നൈട്രൈൽ. ക്ലിയർ? അപ്പോൾ ഇത്രയും സമയം ഞാൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ്സിലെ ഹാലജനെ റീപ്ലേസ് ചെയ്ത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ കണക്ട് ചെയ്യുമ്പോൾ ആ റിയാക്ഷനെ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയാം. ഇനി ശ്രദ്ധിച്ചോളൂ, ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കതിനെ ഷോർട്ടായിട്ട് SN എന്ന് പറയാം. മക്കളെ 2 ടൈപ്പ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിലൊന്ന് റെഡി പഠിച്ചോ, SN1 റിയാക്ഷൻ ആണ്. രണ്ടാമത്തതാണ് SN2 റിയാക്ഷൻ. നല്ലോണം പഠിക്കണം, നല്ല ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. There are 2 types of nucleophilic substitution reaction. What are they? SN1 and SN2. മക്കളെ SN1 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതാണ് S. ന്യൂക്ലിയോഫൈലിക്, അതാണ് N. ദാറ്റ് വൺ മീൻസ് യൂണിമോളിക്യുലാർ. യൂണിമോളിക്യുലാർ. ദെൻ SN2 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫൈലിക്. ദാറ്റ് 2 stands for ബൈമോളിക്യുലാർ. ബൈമോളിക്യുലാർ. അപ്പോൾ 2 ടൈപ്പ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാ? SN1 ആൻഡ് SN2. ഇനി നമുക്ക് ഈ SN1നെ കുറിച്ചും SN2യെ കുറിച്ചും ചില പോയിന്റ്സ് പഠിക്കാനുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് ഓർക്കാം, ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് മെയിൻലി അണ്ടർഗോ SN1 റിയാക്ഷൻ. നന്നായിട്ട് പഠിക്കുക മക്കളെ. ആൽക്കൈൽ ഹാലൈഡ്സിൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേർഷ്യറി ഉണ്ട്. അതിൽ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് മെയിൻലി അണ്ടർഗോ SN1 റിയാക്ഷൻ. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, നോക്കൂ. ഇത് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡിന് എക്സാമ്പിളാണ്. ലിസൺ, ഇത് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ്. ആ ബ്രോമിൻ കണക്ട് ചെയ്ത കാർബണ് ടേർഷ്യറി എന്നാണ് പറയാം. മക്കളെ ആ കാർബൺ വേറെ 3 കാർബണുമായിട്ട് കണക്ഷൻ ഉണ്ട്. യു സി that carbon connected to 3 other carbon. നോക്കൂ, വേറെ 3 കാർബണുമായിട്ട് കണക്ഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ടേർഷ്യറി കാർബൺ. വേറെ 3 കാർബണുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ടാണ് ഇതിനെ ടേർഷ്യറി കാർബൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ടേർഷ്യറി കാർബണിലാണ് ബ്രോമിൻ കണക്ട് ചെയ്തത്. അതുകൊണ്ട് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് SN1 റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യും. മക്കൾ പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, SN1 റിയാക്ഷൻ 2 സ്റ്റെപ്പിലാണ് കംപ്ലീറ്റ് ചെയ്യുക. 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. ശ്രദ്ധിക്ക്, SN1 റിയാക്ഷൻ 2 സ്റ്റെപ്പ് മെക്കാനിസം. ആദ്യം ഞാൻ പറഞ്ഞു ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് അണ്ടർഗോ SN1 റിയാക്ഷൻ. അതിന് 2 സ്റ്റെപ്പാണ് മെക്കാനിസം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നോക്കിക്കേ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. നോക്കൂ, ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് ഈ വരച്ചത്. ഇറ്റ് ഈസ് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. മെക്കാനിസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് റിവേഴ്സിബിൾ ആണ്, അത് സ്ലോ സ്റ്റെപ്പാണ്. മക്കളെ ആദ്യത്തെ സ്റ്റെപ്പിൽ ആ കാർബൺ ബ്രോമിൻ ബോണ്ട് ബ്രേക്ക് ആകും. കാർബണും ബ്രോമിനും തമ്മിൽ ബോണ്ട് ബ്രേക്ക് ആകും. അപ്പോൾ ഈ കാർബൺ പ്ലസ് ആകും. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് Br- അതിൽ നിന്ന് റിലീസ് ആകും. കണ്ടോ, കാർബൺ ആറ്റത്തിന് പ്ലസ് കിട്ടിയാൽ എന്താ പറയുക? നിങ്ങൾക്കറിയാം, +1 പഠിച്ചതാണ്. അതിനെ കാർബോ കാറ്റയോൺ എന്നാണ് പറയാം. അപ്പോൾ SN1 റിയാക്ഷൻ ശ്രദ്ധിക്കെല്ലാവരും. SN1 റിയാക്ഷൻ എത്ര സ്റ്റെപ്പിലാണ് കംപ്ലീറ്റ് ചെയ്യുക? മക്കളെ 2 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ഫോം ചെയ്യുക? കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അത് സ്ലോ സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ കിട്ടിയ കാർബോ കാറ്റയോൺസിലേക്ക്, ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടിയ കാർബോ കാറ്റയോൺസിലേക്ക് മക്കളെ ഇനി ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ചേർക്കുന്ന ന്യൂക്ലിയോഫൈൽ എക്സാമ്പിൾ OH- ആഡ് ചെയ്യാണ്. സോ വി ഗെറ്റ് CH3 കണ്ടോ, സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ അതിലേക്ക് അങ്ങ് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൽക്കഹോൾ കിട്ടി. മക്കളൊന്ന് നോക്കിക്കേ, ജസ്റ്റ് നോക്കൂ.
SN1 റിയാക്ഷൻ എക്സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഏത് ടൈപ്പ് ആൽക്കൈൽ ഹാലൈഡാ? വെരി ക്ലിയർ, ഇത് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ്. കണ്ടോ, ബ്രോമിന് പോയിട്ട് പകരം ആ സ്ഥാനത്ത് OH വന്നു. കണ്ടോ മക്കളെ, ബ്രോമിൻ റീപ്ലേസ്ഡ് ബൈ OH ഗ്രൂപ്പ്. ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് ഏത് ടൈപ്പാണ്? SN1 റിയാക്ഷനാണ്. ക്ലിയർ? ഇനി കേട്ടോളൂ, SN1 ചില പോയിന്റ്സ് പഠിക്കാനുണ്ട്. അതിലൊന്ന്, SN1 റിയാക്ഷൻ്റെ റേറ്റ് ആൽക്കൈൽ ഹാലൈഡ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. മക്കളെ ഒന്നുകൂടി പറയാം, ഇൻ SN1 റിയാക്ഷൻ rate of reaction depends on the concentration of alkyl halide only. It does not depend on the concentration of nucleophile. SN1 റിയാക്ഷൻ റേറ്റ് ന്യൂക്ലിയോഫൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഒരൊറ്റ സ്പീഷീസിന് മാത്രമേ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. മറക്കാതെ പഠിച്ചോ, SN1 ഓർഡർ 1 ആണ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മക്കളെ, SN1 റസമൈസേഷൻ ടേക്സ് പ്ലേസ് എന്നാണ്. അത് പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. SN1 റിയാക്ഷനിൽ വാട്ട് ഹാപ്പൻ? റസമൈസേഷൻ ടേക്സ് പ്ലേസ്. അനദർ മക്കളെ, SN1 റിയാക്ടിവിറ്റിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: ടേർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഇതാണ് ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ. ടേർഷ്യറി ആണ് SN1 ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുക, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത മക്കളെ, SN1 ഫീച്ചേഴ്സുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തെ. ഒന്ന്, SN1 റിയാക്ഷൻ്റെ റേറ്റ് ആൽക്കൈൽ ഹാലൈഡിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഓൺലി. പിന്നെ അടുത്ത പോയിന്റ് എന്താ? റിയാക്ഷൻ്റെ ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ അനദർ പോയിന്റ്, ആ റിയാക്ഷന് 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. SN1 റിയാക്ഷന് 2 സ്റ്റെപ്പ് മെക്കാനിസം. ദെൻ SN1 റിയാക്ഷനിൽ കാർബോകാറ്റയോൺ ഈസ് ഫോംഡ്. കാർബോകാറ്റയോൺ ഈസ് ഫോംഡ്. അനദർ, SN1 റിയാക്ഷനിൽ റസമൈസേഷൻ ടേക്സ് പ്ലേസ്. റസമൈസേഷൻ ടേക്സ് പ്ലേസ്. ദെൻ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടേർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഇത്രയും പോയിന്റ്സ് മക്കളെ SN1 മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതാ എന്തൊക്കെയാണ് SN1 ഫീച്ചേഴ്സ് നോക്കിക്കേ. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഒരെണ്ണത്തിന് മാത്രമേ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓർഡർ ഈക്വൽ ടു 1. എത്ര സ്റ്റെപ്പാ? 2 സ്റ്റെപ്പ് മെക്കാനിസം. കാർബോകാറ്റയോൺ ഈസ് ഫോംഡ്. റസമൈസേഷൻ ടേക്സ് പ്ലേസ്. ദെൻ റിയാക്ടിവിറ്റിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടേർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ന്യൂക്ലിയോഫൈലിക് റിയാക്ഷൻ പറഞ്ഞു, SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞു. SN2 പോയിന്റ്സ് കേട്ടോളൂ. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് മെയിൻലി അണ്ടർഗോ SN2 റിയാക്ഷൻ. SN1 ആരാ? ടേർഷ്യറി മെയിൻലി SN1 ആണ്. പ്രൈമറി മെയിൻലി എന്താ? SN2 ആണ്. ഒരു എക്സാമ്പിൾ പറയാം, നോക്കൂ. CH3Cl പ്ലസ് ഇതിലേക്ക് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ചേർത്തു, OH-. അപ്പോൾ ക്ലോറിൻ റീപ്ലേസ്ഡ് ബൈ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ OH. ദെൻ ക്ലോറിൻ അതിൽ നിന്ന് റിലീസായി. കണ്ടോ, ഇത് ഒരു ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമുക്കറിയാം ക്ലോറിൻ റീപ്ലേസ്ഡ് ബൈ എ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ OH. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് SN2 റിയാക്ഷനാണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ, SN2 റിയാക്ഷനിൽ റിമെമ്പർ SN2 ഫീച്ചേഴ്സ് ഇതാണ്. റിയാക്ഷൻ്റെ റേറ്റ് കേട്ടോളൂ. റിയാക്ഷൻ്റെ റേറ്റ് ആൽക്കൈൽ ഹാലൈഡിനെയും അതേപോലെ ന്യൂക്ലിയോഫൈലിനെയും ഡിപ്പെൻഡ് ചെയ്യും. യു സി കമ്പാരിസൺ ബിറ്റ്വീൻ SN1 ആൻഡ് SN2. എന്താ മക്കളെ മെയിൻ ഡിഫറൻസ്? SN2 റിയാക്ഷൻ്റെ റേറ്റ് 2 സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യും. പറ ഏതിനൊക്കെയാ? ആൽക്കൈൽ ഹാലൈഡിനെയും ഡിപ്പെൻഡ് ചെയ്യും, ന്യൂക്ലിയോഫൈൽസിനെയും ഡിപ്പെൻഡ് ചെയ്യും. അത് കാരണം റിമെമ്പർ SN2 റിയാക്ഷൻ്റെ ഓർഡർ എത്രയായിരിക്കും മക്കളെ? അത് സെക്കൻഡ് ഓർഡറാണ്. ദെൻ അനദർ, SN2 റിയാക്ഷൻ 1 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ്. 1 സ്റ്റെപ്പ് മെക്കാനിസം. റിമെമ്പർ SN2 1 സ്റ്റെപ്പ് മെക്കാനിസമാണ്. എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്,
SN2-ൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ടേക്സ് പ്ലേസ്. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ടേക്സ് പ്ലേസ്. SN2 റിയാക്ഷനിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. ക്ലിയർ? ദെൻ നേരത്തെ പറഞ്ഞ SN1-ൽ റെസമൈസേഷൻ ആണ്, SN2-ൽ ഇൻവേർഷൻ ആണ്. അനദർ പോയിന്റ്, SN2-ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ CH3X-നാണ് റിയാക്ടിവിറ്റി കൂടുതൽ, പിന്നെ പ്രൈമറി ഹാലൈഡ്സിനാണ്, പിന്നെ സെക്കൻഡറി ആണ്, പിന്നെ ടേർഷ്യറി ആണ്. SN2-ൽ ഇതാണ് റിയാക്ടിവിറ്റി ഓർഡർ. ശ്രദ്ധിക്കണം, SN2-ൽ ടേർഷ്യറി ലീസ്റ്റ് റിയാക്റ്റീവ് ആവാനുള്ള കാരണം സ്റ്റെറിക് ഇഫക്റ്റ് എന്നാണ് പറയേണ്ടത്. ദെൻ റിമെമ്പർ, ഇൻ SN2 റിയാക്ഷൻ tertiary alkyl halide is least reactive due to steric effect. പറയാം പോയിന്റ്സ് ഓർക്കുക. ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ മെയിൻ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, SN1 ആൻഡ് SN2. ഇനി ഇതിനകത്ത് ഒരു ഈസി ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നോക്കിക്കേ. കൺസിഡർ CH3 CHBr CH3. Let it be compound 1. You see, next compound CH3Br. Then third compound CH3 CH2Br. Then fourth compound CH3C CH3 CH3Br. മക്കളെ, ഈ 4 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഈ 4 SN1 റിയാക്ടിവിറ്റിൻ്റെ ഓർഡറിൽ നമുക്ക് സെറ്റ് ചെയ്യണം. Arrange this compound in the order of reactivity towards SN1. ഉടനെ നിങ്ങളെ മൈൻഡിലേക്ക് എത്തണം, എന്താ SN1-ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ? മക്കളെ കമോൺ, SN1-ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാ പറ? ടേർഷ്യറി ആണ് മോർ റിയാക്റ്റീവ്, പിന്നെ സെക്കൻഡറി ആണ്, പിന്നെ അല്ലേ പ്രൈമറി വരിക? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ബ്രോമിൻ ഫിറ്റ് ചെയ്ത കാർബൺ സെക്കൻഡറി ആണ്, കണ്ടോ മക്കളെ? അതിന് വേറെ 2 കാർബണുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഇത് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡാണ്. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നോക്കിക്കേ, ബ്രോമിൻ ഫിറ്റ് ചെയ്തത് എന്താ? പ്രൈമറിയാണ്. ദെൻ തേർഡ് കോമ്പൗണ്ടിൽ നോക്കിക്കേ, ബ്രോമിൻ ഫിറ്റ് ചെയ്തത് പ്രൈമറിയിലാണ്. ഫോർത്തിൽ നോക്കിക്കേ, ബ്രോമിൻ ഫിറ്റ് ചെയ്തത് ഏതിലാ? ടേർഷ്യറിയിലാണ്. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് റിയാക്റ്റീവ് ആരാ? ടേർഷ്യറി. അപ്പോൾ റിയാക്ടിവിറ്റിൻ്റെ ഓർഡർ പറയാൻ, ഫോർത്ത് കോമ്പൗണ്ട് ആണ് മോർ റിയാക്റ്റീവ്, ആ കോമ്പൗണ്ട് 4 ആണ് മോർ റിയാക്റ്റീവ്. അത് കഴിഞ്ഞ സെക്കൻഡറി 1-ലാണ് 1. ക്ലിയർ? അപ്പോൾ ഫോർത്ത് ഞാൻ സെലക്ട് ചെയ്തു, ടേർഷ്യറി സെലക്ട് ചെയ്തു, 1 ഞാൻ സെലക്ട് ചെയ്തു, സെക്കൻഡറി ആണ്. മക്കളെ ശ്രദ്ധിക്കുക, ഇനി 2 പ്രൈമറി ഉണ്ട്, കേട്ടോളൂ. പ്രൈമറി 2 തരുമ്പോൾ കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും SN1 റിയാക്ടിവിറ്റി കൂടും. എങ്ങനെയാ? ഡിഫറെൻറ്റ് പ്രൈമറി തന്നാൽ കാർബണിൻ്റെ നമ്പേഴ്സ് കൂടുന്തോറും SN1 റിയാക്ടിവിറ്റി കൂടും. കാർബണിൻ്റെ നമ്പർ കൂടുതൽ തേർഡിലാണ്, അപ്പോൾ തേർഡ് പിന്നെ 2. നൗ ഹിയർ ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ക്ലിയർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കണം. SN1-ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ ടേർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്നാണ്. ക്ലിയർ? ഇനി നമുക്ക് 2 കോമ്പൗണ്ട്സ്, സിമ്പിളായ 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. നോക്ക്, CH3Br ആണ് ഒരെണ്ണം, വേറൊരെണ്ണം CH3 CHBr CH3 ആണ്. അനദർ CH3 CH3 CH3Br ആണ്. നമുക്ക് ഈ 3 കോമ്പൗണ്ട്സിനെ SN2 റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയെന്ന് ചെക്ക് ചെയ്യാം. SN2 ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് SN2. നോക്കിക്കേ, ഇത് പ്രൈമറിയാ വരിക അല്ലേ, ഇത് ഏതാ? സെക്കൻഡറി ആണ്, ഇതോ ടേർഷ്യറി ആണ്. മക്കൾ ഉടനെ ഓർക്കുക, SN2-ൽ റിയാക്ടിവിറ്റി ഓർഡർ മാക്സിമം ആർക്കാ പഠിപ്പിച്ചത്? CH3X-നാണ് മാക്സിമം റിയാക്ടിവിറ്റി. സോ CH3X. പിന്നെ പ്രൈമറിയാ പറഞ്ഞത്, പിന്നെ സെക്കൻഡറിയാ പറഞ്ഞത്, പിന്നെയാണ് ടേർഷ്യറി പറഞ്ഞത്. മക്കളൊന്ന് ഓർത്ത് നോക്കിക്കേ, ടേർഷ്യറി ലീസ്റ്റ് റിയാക്റ്റീവ് ആയുള്ള റീസൺ സ്റ്റെറിക് ഇഫക്റ്റ് എന്നാ പഠിപ്പിച്ചത്. അപ്പോൾ ഇതിൽ CH നമ്പർ ചെയ്യാൻ, ഇത് 1, ഇത് 2, ഇത് 3. മോസ്റ്റ് റിയാക്റ്റീവ് കോമ്പൗണ്ട് 1 ആണ്. SN2-ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ 1 ആണ് മോസ്റ്റ് റിയാക്റ്റീവ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സെക്കൻഡറി ആണ്, സെക്കൻഡറി രണ്ടാമത്തെ കോമ്പൗണ്ടാണ്. തേർഡ് കോമ്പൗണ്ട് ടേർഷ്യറി ആണ്. ഇതാണ് റിയാക്ടിവിറ്റിൻ്റെ ഓർഡർ. ക്ലിയർ? ഇനി അടുത്തൊരു പോയിന്റ് നോക്കൂ,
രണ്ട് ഡിഫറെൻ്റ് ആൽക്കൈൽ ഹാലൈഡ് പറയാം. നോക്കൂ, CH3 CH2 Br തന്നു, CH3 CH2 Cl തന്നിട്ടുണ്ട്, CH3 CH2 Iയും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇത് 1, ഇത് 2, ഇത് 3. ഈ മൂന്നിലും ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. മക്കളെ ഏതാ മോസ്റ്റ് റിയാക്റ്റീവ്? റിമെമ്പർ, മോസ്റ്റ് റിയാക്റ്റീവ് അയോഡൈഡ് ആണ്. മോർ റിയാക്റ്റീവ് കേട്ടോ, മറക്കരുത്, അയോഡൈഡ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രോമൈഡ് ആണ്, പിന്നെയാണ് ക്ലോറൈഡ്. ക്ലോറൈഡും കഴിഞ്ഞിട്ടേ ഏത് വരുള്ളൂ? ഫ്ലൂറൈഡ് വരുള്ളൂ. അപ്പോൾ ഓർത്തോ, റിയാക്ടിവിറ്റിൻ്റെ ഓർഡർ അയോഡൈഡ്, ദെൻ ബ്രോമൈഡ്, ദെൻ ക്ലോറൈഡ്, ദെൻ ഫ്ലൂറൈഡ്. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ. ക്ലിയർ? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ഒരു മെയിൻ ക്ലാസ് ഓഫ് റിയാക്ഷൻ ആണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ദാറ്റ് ഈസ് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. റെഡി? ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് അറൈൽ ഹാലൈഡ്സ്. അപ്പോൾ നോക്കൂ, ഇത് ഒരു അറൈൽ ഹാലൈഡാണ്. ബെൻസിൻ റിങ്ങിൽ ക്ലോറിൻ കണക്ട് ചെയ്തു. അറൈൽ ഹാലൈഡിൽ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അറൈൽ ഹാലൈഡിൽ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡിഫിക്കൽട്ടാണ്. അറൈൽ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് അറൈൽ ഹാലൈഡ് ബിക്കം ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ് അറൈൽ ഹാലൈഡ്സിൽ ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിഫിക്കൽട്ട് ആകുന്നത്? അതിന് ചില റീസൺസ് ഉണ്ട്. മക്കളെ കേട്ടോ, അറൈൽ ഹാലൈഡ്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അറൈൽ ഹാലൈഡ്സ് നോക്കൂ, ഇത് അറൈൽ ഹാലൈഡാണ്. ഈ അറൈൽ ഹാലൈഡ്സിൽ ക്ലോറിൻ കണക്ട് ചെയ്തു. ക്ലോറിൻ്റെ ഔട്ടർ ഷെല്ലിൽ 3 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവും. അറൈൽ ഹാലൈഡ് ലെസ് റിയാക്റ്റീവ് ആണ്. മക്കളെ ലെസ് റിയാക്റ്റീവ് ആവാനുള്ള കാരണം ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഡീലോക്കലൈസ്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിനെയുള്ളൂ നിങ്ങൾക്കറിയും റെസനൻസ് എന്ന് പറയും. ഏതാ? റെസനൻസ് ഇഫക്റ്റ്. അപ്പോൾ ഈ റെസനൻസ് ഇഫക്റ്റ് ഉള്ളത് കാരണം നോക്കൂ, വാട്ട് ഹാപ്പൻ ആസ് എ റിസൾട്ട് ഓഫ് റെസനൻസ്, യു സി ഹിയർ വാട്ട് ഹാപ്പൻഡ്. നോക്കൂ, ഇങ്ങോട്ട് ഒരു ലോൺ പെയർ ഷിഫ്റ്റ് ചെയ്തത് കാരണം, ക്ലോറോ ബെൻസീനിലെ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് കാരണം ഇവിടെ ഒരു ബോണ്ട് അഡീഷൻ വന്നു, ഡബിൾ ആകും. ഈ പൈ ബോണ്ട് ഈ കാർബണിലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആകും. നൗ ഹിയർ ബാക്കിയുള്ള 2 ബോണ്ട് അങ്ങനെ തന്നെ വരും. ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റ്, കൂടുതൽ വേണ്ട, സിമ്പിൾ പോയിന്റ്സ് മാത്രം. റെസനൻസ് കാരണം കാർബൺ ഹാലജൻ ബോണ്ട് ഡബിൾ ആകും, അതുകൊണ്ട് അതിന് റിയാക്ടിവിറ്റി കുറയും. സിംപ്ലി എൻ്റെ പോയിന്റ് കേൾക്ക്, അറൈൽ ഹാലൈഡ്സ് ലെസ് റിയാക്റ്റീവ് ആണ് ദാൻ ആൽക്കൈൽ ഹാലൈഡ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് റെസനൻസ് ഇഫക്റ്റ് ആണ്. ശ്രദ്ധിക്കെല്ലാവരും, അറൈൽ ഹാലൈഡ് ലെസ് റിയാക്റ്റീവ് ആവാനുള്ള ഫസ്റ്റത്തെ റീസൺ റെസനൻസ് ഇഫക്റ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് മക്കൾ നോക്കൂ, അറൈൽ ഹാലൈഡ്സിൽ ഹാലജൻ കണക്ട് ചെയ്ത കാർബൺ sp2 ആണ്. എടാ sp2 കാർബണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ ഈ CX ബോണ്ട് ലെങ്ത് കുറയും. എന്തൊക്കെ പോയിന്റ്സ് ഞാൻ ഒന്നുകൂടി പറയാം. ഇൻ അറൈൽ ഹാലൈഡ്, ഹാലജൻ ഈസ് അറ്റാച്ച്ഡ് ടു sp2 കാർബൺ. sp2 കാർബൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ CX ബോണ്ടിൻ്റെ ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കുറഞ്ഞാൽ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും, അപ്പോൾ റിയാക്ടിവിറ്റിയും കുറയും. ലിസൺ, സെക്കൻഡ് റീസൺ പ്രസൻസ് ഓഫ് sp2 CX ബോണ്ട്. നമുക്ക് ഷോർട്ട് പോയിന്റ്സ് മതി. എന്താ പോയിന്റ്സ് പഠിക്കേണ്ടത് മക്കളെ? അറൈൽ ഹാലൈഡ് ലെസ് റിയാക്റ്റീവ് ആണ്. എന്താ റീസൺ? ഒന്ന് റെസനൻസ് ഇഫക്റ്റ് ആണ്. എന്താ രണ്ടാമത്തെ റീസൺ? sp2 CX ബോണ്ടാണ്. എന്താ അതിൻ്റെ കോൺസിക്വൻസ് ഞാൻ പറഞ്ഞൊന്നു. sp2 കാർബണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. sp2 കാർബണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ CX ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും, അതുകൊണ്ട് റിയാക്ടിവിറ്റി കുറയും.
ഇനി റിയാക്ടിവിറ്റി കുറയാനുള്ള മൂന്നാമത്തെ റീസൺ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. അറൈൽ ഹാലൈഡ്സ് നിന്ന് കിട്ടുന്ന കാറ്റയോൺ ആണ് ഫിനൈൽ കാറ്റയോൺ. അതിന് സ്റ്റെബിലിറ്റി കുറവാണ്. മെയിനായിട്ട് നിങ്ങൾ ഈ 3 റീസൺസ് പഠിക്കുക. എന്താ? അറൈൽ ഹാലൈഡ്സ് ലെസ് റിയാക്റ്റീവ് ആണ് ദാൻ ആൽക്കൈൽ ഹാലൈഡ്. വാട്ട് ആർ ദ റീസൺസ് ചോദിച്ചാൽ എന്തൊക്കെയാ പോയിന്റ്സ്? റെസനൻസ് ഇഫക്റ്റ്, പ്രസൻസ് ഓഫ് sp2CX ബോണ്ട്, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺസ്. ക്ലിയർ? ഇനി അറൈൽ ഹാലൈഡ്സിൻ്റെ ന്യൂക്ലിയോഫൈലിക് റിയാക്ഷന് ഒരു എക്സാമ്പിൾ മാത്രം ഒന്ന് ഓർക്കുക. ഇത് ക്ലോറോബെൻസീനാണ്. കണ്ടോ? ക്ലോറോബെൻസീനിലേക്ക് എന്താ ആഡ് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം. മക്കളെ, ഇതിന് റിയാക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യണം. ഇതിൽ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം. 300 atm പ്രഷർ, 300 atm പ്രഷർ, ദെൻ H+. നൗ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ റീപ്ലേസ്ഡ് ബൈ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ OH. കണ്ടോ? ക്ലോറോബെൻസീൻ ഫീനോൾ ആയിട്ട് മാറും. ഇത് അറൈൽ ഹാലൈഡിൻ്റെ ഒരു റിയാക്ഷനാണ്. ക്ലോറോബെൻസീനെ ഫീനോൾ ആക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ആൻസർ. ഓർക്കണം, ഇതിന് റിയാക്ടിവിറ്റി കുറവാണ്. റിയാക്ടിവിറ്റി കുറവാനുള്ള റീസൺ റെസനൻസ് ഇഫക്റ്റ് ആണ്, പ്രസൻസ് ഓഫ് sp2CX ബോണ്ട്, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് അറൈൽ ഹാലൈഡ്സിൻ്റെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ, നെക്സ്റ്റ് ക്ലാസ് ഓഫ് റിയാക്ഷൻ ആണ് ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ശ്രദ്ധിക്കുക മക്കളെ, അറൈൽ ഹാലൈഡ്സിൽ 2 റിയാക്ഷൻസ് പറഞ്ഞു. ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇപ്പോൾ ഡിസ്കഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ് ആണ് ഏത്? ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഫോർ എക്സാമ്പിൾ നോക്കൂ, എന്താണ് ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുതരാം. ഇത് ക്ലോറോബെൻസീൻ. കണ്ടോ? ക്ലോറോബെൻസീനിലേക്ക് വീണ്ടും ഒരു ക്ലോറിൻ ആഡ് ചെയ്യാം. എഗെയിൻ Cl2. ക്ലോറോബെൻസീനെ വീണ്ടും ക്ലോറിനേഷൻ ചെയ്യാം ഇൻ ദി പ്രസൻസ് ഓഫ് FeCl3 അല്ലെങ്കിൽ AlCl3. ശ്രദ്ധിക്കണം, ക്ലോറിൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. മക്കൾ, ഇത് ക്ലോറോബെൻസീൻ ആണ്. ഇത് ക്ലോറോബെൻസീൻ. നൗ ഹിയർ ക്ലോറോബെൻസീൻ. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ടൊരു ക്ലോറിൻ ചേർത്തു. ആ ക്ലോറിൻ ഏത് പൊസിഷനിൽ കണക്ട് ചെയ്യും? ഓർത്തോ പൊസിഷനിൽ കണക്ട് ചെയ്യും. അതേപോലെ ഒരു പ്രോഡക്റ്റ് കൂടി കിട്ടും, പാരാ പ്രോഡക്റ്റ്. അപ്പോൾ ക്ലോറോബെൻസീനെ ക്ലോറിനേഷൻ ചെയ്താൽ ഹൗ മെനി പ്രോഡക്ട്സ്? 2 പ്രോഡക്ട്സ്. ഏതൊക്കെയാണ് നോക്കിക്കേ. ക്ലോറോബെൻസീനെ ക്ലോറിനേഷൻ ചെയ്താൽ ഓർത്തോ പ്രോഡക്റ്റും പാരാ പ്രോഡക്റ്റും. ഇതിൽ പാരാ പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ്. ലിസൺ, ഇതാണ് ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒന്നുകൂടി പറയാം, ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ റീപ്ലേസ്ഡ് ആയി പോകും. പകരം ആ സ്ഥാനത്ത് OH ഗ്രൂപ്പോ CN ഗ്രൂപ്പോ ഒക്കെ വരും. ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിലെ ഓർത്തോയിലും പാരയിലും വേറെ അഡീഷണൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ക്ലോറിനേഷനാണ്. ഇതിൻ്റെ നെയിമിംഗ് ഒക്കെ നിങ്ങൾക്കറിയാലോ. 1,2 ഡൈക്ലോറോബെൻസീൻ ആണ്. ഇത് 1,4 ഡൈക്ലോറോബെൻസീൻ ആണ്. നോക്കൂ, ക്ലോറോബെൻസീൻ്റെ അടുത്ത ഒരു ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയും. ഏതാ റിയാക്ഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. അറൈൽ ഹാലൈഡ്സിൻ്റെ ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നോക്കൂ, ഇതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. യു സി, ഇത് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീനിലേക്ക് മിഥൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുക. CH3Cl ആഡ് ചെയ്യുക. ഫ്രിഡൽ ക്രാഫ്റ്റിലെ കാറ്റലിസ്റ്റ് ആണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ് ഫ്രിഡൽ ക്രാഫ്റ്റിലെ കാറ്റലിസ്റ്റ്. ലിസൺ, ക്ലോറോബെൻസീനിലേക്ക് CH3Cl ആഡ് ചെയ്യുക ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ചെയ്ത് നോക്കിക്കേ. യു സി, ക്ലോറോബെൻസീൻ. ഇതാ ക്ലോറോബെൻസീൻ അവിടെ തന്നെ എഴുതാം, നോ ഡൗട്ട്. ഈ ഗ്രൂപ്പ് ഇതാ, ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലേക്ക് കണക്ട് ചെയ്യുക. ആൽക്കൈൽ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിൽ കണക്ട് ചെയ്യുക. ആൽക്കൈൽ ഗ്രൂപ്പ് ഈ ഓർത്തോ പൊസിഷനിൽ കണക്ട് ചെയ്യുക.
അതേപോലെ മക്കളെ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് പാരാ പൊസിഷനിലും കണക്ട് ചെയ്യുക, ലൈക്ക് ദിസ്. ഹിയർ CH3. ഇതിനെ ഇവിടുന്ന് നമ്പർ ചെയ്യുക 1, 2. നെയിം 1-chloro-2-methyl-benzene എന്ന് പറയാം. 1-chloro-2-methyl-benzene എന്ന് പറയാം. ഇതിനെ 1-chloro-4-methyl-benzene എന്ന് പറയാം. ഈ റിയാക്ഷൻ്റെ പേരെന്താ? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നന്നായിട്ട് പഠിക്കണേ. എന്താ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ? ഇപ്പോൾ ക്ലോറോബെൻസീനിലേക്ക് ആൽക്കൈൽ ക്ലോറൈഡ് ചേർത്തു. കണ്ടോ, ക്ലോറോബെൻസീനും ആൽക്കൈൽ ക്ലോറൈഡും ചേർക്കുമ്പോൾ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനാണ്. ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ? ഓർത്തോ പാരാ പൊസിഷനാണ്. ആരാ മേജർ പ്രോഡക്റ്റ്? പാരാ പ്രോഡക്റ്റ് മേജർ. ഇനി ഇതേപോലെ തന്നെ അറൈൽ ഹാലൈഡ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയും. മക്കളെ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നോക്കാം. എന്താണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ? കൺസിഡർ ക്ലോറോബെൻസീൻ. ഉണ്ടോ, ക്ലോറോബെൻസീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ക്ലോറോബെൻസീൻ്റെ കൂടെ ഒരു ആസിഡ് ക്ലോറൈഡ് ആഡ് ചെയ്യണം. മക്കളെ, ഈ ആസിഡ് ക്ലോറൈഡ് CH3COCl ആണ്. നെയിം എത്തനോയിൽ ക്ലോറൈഡ് എന്നാണ് ഇതിൻ്റെ നെയിം. ഇറ്റ് ഈസ് നെയിംഡ് ആസ് എത്തനോയിൽ ക്ലോറൈഡ്. ദെൻ കാറ്റലിസ്റ്റ് മറക്കരുത്, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആണ്. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെങ്കിലും ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിലും കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാ നോക്കൂ, ക്ലോറോബെൻസീൻ. അതേപോലെ തന്നെ വരയ്ക്കുക, ക്ലോറോബെൻസീൻ. ദെൻ ഓർത്തോ പൊസിഷനിൽ ഈ COCH3 കണക്ട് ചെയ്യുക. COCH3 കണ്ടോ, ഓർത്തോ പൊസിഷനിലേക്ക് COCH3 കണക്ട് ചെയ്തു. അതേപോലെ പാരാ പൊസിഷനിലേക്ക് COCH3 കണക്ട് ചെയ്യാം. പാരാ പൊസിഷനിൽ COCH3 കണക്ട് ചെയ്യാം. മക്കളെ കേൾക്കുക, ബെൻസിൻ റിംഗിലേക്ക് ഈ COCH3 കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് പറയാ? അസൈലേഷൻ എന്ന് പറയാം. മറക്കല്ലേ, COCH3 ബെൻസിൻ റിംഗിലേക്ക് അങ്ങ് ഫിറ്റ് ആക്കുമ്പോൾ അതിൻ്റെ പേര് അസൈലേഷൻ എന്നാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന റിയാക്ഷൻ്റെ പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. മക്കളെ, ഇവിടെ നിന്നാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. ഇത് 1, ഇത് 2. നെയിം 2-chloro acetophenone എന്നാണ് നെയിം. 2-chloro acetophenone. 2-chloro acetophenone. ഇത് 4-chloro acetophenone എന്നാണ്. 4-chloro acetophenone. മക്കളെ, അറൈൽ ഹാലൈഡ്സിൻ്റെ ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അതിൽ 3 ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു. ആദ്യം ക്ലോറിനേഷനോ ക്ലോറോബെൻസീൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പറഞ്ഞു. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പറഞ്ഞു. മൂന്നാമതായിട്ട് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനും പറഞ്ഞു. ഇതൊക്കെ ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ പറഞ്ഞു, അറൈൽ ഹാലൈഡിൻ്റെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ പറഞ്ഞു. ആൽക്കൈൽ ഹാലൈഡിൻ്റെയും അറൈൽ ഹാലൈഡിൻ്റെയും ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ആൽക്കൈൽ ഹാലൈഡിൻ്റെ മറ്റൊരു റിയാക്ഷൻ ഉണ്ട്. ലിസൺ, ദറ്റ് ഈസ് നമുക്കതിനെ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എലിമിനേഷൻ റിയാക്ഷൻ. ലിസൺ, ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ മറ്റൊരു റിയാക്ഷനാണ് എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ റിയാക്ഷൻ എന്താണ്? എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എലിമിനേഷൻ റിയാക്ഷനിൽ ആൽക്കഹോളിക് KOH യൂസ് ചെയ്യണം. ആൽക്കഹോളിക് KOH. ഓരോ പോയിൻ്റായിട്ട് പഠിക്കും. എലിമിനേഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ഏതാ? ആൽക്കഹോളിക് KOH. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ, CH3 CH2Br നോക്കൂ.
ഒരു ഹാലജനുള്ള കോമ്പൗണ്ടാണ് CH3CH2Br. ഇതിൽ പഠിക്കണേ, ഈ ബ്രോമിൻ കണക്ട് ചെയ്ത കാർബൺ ആൽഫയാണ്. ബ്രോമിൻ കണക്ട് ചെയ്ത കാർബൺ ആൽഫ എന്നാണ് പറയാം. ബ്രോമിൻ കണക്റ്റഡ് അത് ആൽഫ. ആൽഫൻ്റെ നിയറസ്റ്റ് വരുന്നതാണ് ബീറ്റ. മക്കളെ, ഈ കോമ്പൗണ്ടിലേക്ക് ആൽക്കഹോളിക് KOH ചേർക്കുകയാണ്. ALC എന്ന് എഴുതിയാൽ മതി. ആൽക്കഹോളിക് KOH ചേർക്കുക, ദെൻ ഹീറ്റ്. നല്ലോണം ശ്രദ്ധിക്ക്. ആൽക്കഹോളിക് KOH ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് HBr റിമൂവ് ചെയ്യണം. ഏതാ? HBrനെ റിമൂവ് ചെയ്യുക. ഹൈഡ്രജൻ ബ്രോമൈഡിനെ റിമൂവ് ചെയ്യുക. ലിസൺ, ഹൈഡ്രജൻ ഷുഡ് ബി ടേക്കൺ ഫ്രം ബീറ്റ കാർബൺ. മക്കളെ ശ്രദ്ധിക്കണം, ഹൈഡ്രജൻ ഷുഡ് ബി ടേക്കൺ ഫ്രം ബീറ്റ കാർബൺ, ദെൻ ഹാലജൻ, ഈ ആൽഫയിലെ ഹാലജനും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി നോക്കൂ, CH2 എന്നാവും. കാരണം ഒരു ബീറ്റ കട്ടായാൽ പിന്നെ CH2 എന്ന് വരും. അപ്പോൾ ഒരു ബോണ്ട് അഡീഷണൽ ആയിട്ട് വരയ്ക്കുക. ഇവിടുന്ന് ബ്രോമിനും റിമൂവ് ആയി. അപ്പോൾ നമുക്കൊരു ആൽക്കീൻ കിട്ടി, വി ഗെറ്റ് എഥീൻ. ഈ റിയാക്ഷനെ ആൽക്കഹോളിക് KOH ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന ഈ റിയാക്ഷനെ എന്താ നെയിം? റിമെമ്പർ, ഡീഹൈഡ്രോ ഹലജനേഷൻ എന്നാണ് നെയിം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. എന്താ പറയുക? ഡീഹൈഡ്രോ ഹലജനേഷൻ. എൻ്റെ മക്കളൊന്ന് ഓർത്തെ, വാട്ട് ഈസ് ഡീഹൈഡ്രോ ഹലജനേഷൻ? ആൽക്കൈൽ ഹാലൈഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കഹോളിക് KOH എലിമിനേറ്റ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ബ്രോമിൻ ആകുമ്പോൾ HBr ആണ്, ക്ലോറിൻ ആകുമ്പോൾ HCl ആണ്, അയഡിൻ ആകുമ്പോൾ HI ആണ്. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? എലിമിനേറ്റ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഇൻ ദിസ് റിയാക്ഷൻ hydrogen is taken from beta carbon. So this reaction is called beta elimination. Hydrogen is taken from beta carbon, hence it is called beta elimination. This reaction also called dehydrohalogenation. To make it more clear, you see another example. Consider another case. നോക്കൂ, CH3CH2CL കണ്ടോ? ഇതിലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്യാം. യു സി, ആൽക്കഹോളിക് KOH, ദെൻ ഹീറ്റ്. ലിസൺ, ക്ലോറിൻ കണക്ട് ചെയ്തത് ആൽഫയാണ്. ആൽഫൻ്റെ നിയറസ്റ്റ് വരുന്നതാണ് ബീറ്റ. മക്കളൊന്ന് ഓർത്ത്, ഇനി എന്ത് പ്രോഡക്റ്റാണ് പഠിപ്പിച്ചത് നോക്കൂ. ആൽക്കഹോളിക് KOH ചേർത്ത് ഹീറ്റ് ചെയ്താൽ വി ഹാവ് ടു റിമൂവ് എ മോളിക്യൂൾ ഓഫ് HX. ക്ലോറിനെ റിമൂവ് ചെയ്യണം, ബീറ്റയിൽ നിന്ന് ഒരു ഹൈഡ്രജനെയും റിമൂവ് ചെയ്യണം. നോക്കൂ, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്തു, പിന്നെ ആ ക്ലോറിനെയും റിമൂവ് ചെയ്തു. അപ്പോൾ റിമൂവ് ചെയ്യേണ്ട മോളിക്യൂൾ ഏതാ? HCl ആണ്. ഇനി എങ്ങനെയാണ് ഫൈനൽ പ്രോഡക്റ്റ് ചെയ്താൽ നോക്കൂ, CH3. ആൽഫയിൽ നിന്ന് ഒരു H കട്ടായിപ്പോയി, അതുകൊണ്ട് CH എന്ന് എഴുതുക. ഇനി വരയ്ക്കുമ്പോൾ ആൽഫക്കും ബീറ്റക്കും ഇടയിൽ ഡബിൾ ബോണ്ട് വരണം. നൗ ആൽഫയിൽ നിന്ന് ക്ലോറിൻ റിമൂവ് ആയി, ദെൻ CH2. എന്താ കിട്ടിയ പ്രോഡക്റ്റ്? പ്രൊപ്പീൻ എന്നാണ് കിട്ടിയത്. ഈ റിയാക്ഷൻ എന്താ പറയുക? ബീറ്റ എലിമിനേഷൻ എന്നാണ് പറയാം. വാട്ട് ഈസ് ഡീഹൈഡ്രോഹലജനേഷൻ? ദിസ് റിയാക്ഷൻ ആൾസോ കോൾഡ് ഡീഹൈഡ്രോഹലജനേഷൻ. മക്കളെ ഒന്ന് റീകോൾ ചെയ്തേ. വാട്ട് ഈസ് ഡീഹൈഡ്രോഹലജനേഷൻ? ആൽക്കൈൽ ഹാലൈഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കഹോളിക് KOH eliminate a molecule of HX and form alkene. This reaction is called dehydrohalogenation. In this reaction, hydrogen is taken from beta carbon. So it is called beta elimination reaction. Clear? You see, consider another case, another example. വേറെ ഒരു ആൽക്കൈൽ ഹാലൈഡ്സ് കൺസിഡർ ചെയ്യാം. നോക്കൂ, CH3 CH2 then CH2 CH2Br. 1 ബ്രോമോ ബ്യൂട്ടൈൻ ആണ് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ റിയേജൻസ്, ലിസൺ, ഇതിലേക്ക് ആഡ് ചെയ്യുന്ന റിയേജൻസ് ആൽക്കഹോളിക് KOH ആഡ് ചെയ്യാം. ആൽക്കഹോളിക് KOH, then heat. What will be the product? Again, ഓർത്തെ വേഗം, ബ്രോമിൻ കണക്ട് ചെയ്ത കാർബൺ ആൽഫ,
ആൽഫൻ്റെ നിയറസ്റ്റ് വരുന്നത് ബീറ്റ. മക്കൾ ഓർത്ത് വേഗം ഏത് മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യണം? ബീറ്റയിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യണം. പിന്നെ ആ ബ്രോമിനെയും റിമൂവ് ചെയ്യുക. കണ്ടോ? അപ്പോൾ HBrനെ റിമൂവ് ചെയ്തു. ദെൻ വാട്ട് നോക്കൂ, ഇനി ബാക്കി വരുന്നത് CH3 CH2 ബീറ്റയിൽ നിന്ന് ഒരു H കട്ടായിപ്പോയി. അപ്പോൾ CH ഒരെണ്ണം റിമൂവ് ആയാൽ പിന്നെ ഡബിൾ ബോണ്ട് വരയ്ക്കണം. നൗ ഹിയർ CH2 കണ്ടോ? 1 2 3 4 ബ്യൂട്ട് 1 ഇൻ. ഇതാണ് കിട്ടിയ ഫൈനൽ പ്രോഡക്റ്റ്. ഈ റിയാക്ഷന് പറയുന്ന പേരാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡീഹൈഡ്രോഹലജനേഷൻ. ക്ലിയർ? നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ, നല്ല അറ്റൻറ്റീവായിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു എക്സാമ്പിളാണ് അടുത്തത്. നോക്കിക്കേ, CH3 CHBr ദെൻ CH2 CH3. ഇതിലേക്ക് ആൽക്കഹോളിക് KOH ചേർത്ത് ഹീറ്റ് ചെയ്യാം. കിട്ടുന്ന പ്രോഡക്റ്റ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യുക? മക്കൾ കേൾക്ക്. ബ്രോമിൻ കണക്ട് ചെയ്ത കാർബൺ എന്താ? ആൽഫയാണ്. എടാ, ആൽഫൻ്റെ നിയറസ്റ്റ് വരുന്നതാണ് ബീറ്റ. മക്കൾ നോക്കൂ, ഇതിൽ 2 ബീറ്റ ഉണ്ട്. ലെഫ്റ്റിൽ ഒരു ബീറ്റ, റൈറ്റിൽ ഒരു ബീറ്റ. പക്ഷെ 2 ബീറ്റയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കേസിൽ 2 പ്രോഡക്റ്റ് കിട്ടും. നമുക്ക് 2 പ്രോഡക്റ്റ് എഴുതാം. ആദ്യം ഞാൻ ഈ ബീറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ? അപ്പോൾ മൈനസ് ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്തു, പിന്നെ ബ്രോമിനും റിമൂവ് ചെയ്തു. അപ്പോൾ HBrനെ റിമൂവ് ചെയ്തു. ഫസ്റ്റ് ഞാനിതാ ഈ എൻഡിലെ ബീറ്റയിൽ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കോളൂ, CH2 എന്നായി. കാരണം ഒരു H കട്ടായിപ്പോയി. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനിടയിൽ ഡബിൾ ബോണ്ട് വരയ്ക്കണം. ദെൻ CH2 CH3. ഇതാണ് ഒരു പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് നോക്കൂ, നെക്സ്റ്റ് ഓപ്ഷൻ ഇതാ, ഞാൻ ഈ ബീറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇതാ ഈ ബീറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യാം. സോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 ദെൻ ബീറ്റയിൽ നിന്ന് H റിമൂവ് ചെയ്യണം, ആൽഫയിൽ നിന്ന് ബ്രോമിൻ പോകണം, CH ബീറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് വരും, CH3. എല്ലാ കുട്ടികളും മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 2 ബീറ്റ ഉള്ള കോമ്പൗണ്ടാണ് എഴുതിയത്. അപ്പോൾ 2 പ്രോഡക്റ്റ് കിട്ടി. ഇങ്ങനെ 2 പ്രോഡക്റ്റ് കിട്ടിയാൽ ഒന്ന് മേജറും ഒന്ന് മൈനറുമാണ്. ഇതാണ് മേജർ പ്രോഡക്റ്റ്, ഇതാണ് നിങ്ങളുടെ മൈനർ പ്രോഡക്റ്റ്. മേജർ ആണോ മൈനർ ആണോ എന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യാൻ? മേജർ പ്രോഡക്റ്റ് ആണോ മൈനർ പ്രോഡക്റ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾ പഠിക്കാനുള്ള ഒരു റൂൾ ഉണ്ട്. ദാറ്റ് ഈസ് സെറ്റ്സ് ഓഫ് റൂൾ. സെറ്റ്സ് ഓഫ് റൂൾ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല പോയിന്റ് ആണത്. വെരി സിമ്പിൾ തിങ് മക്കളെ. മേജർ പ്രോഡക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് മേജർ പ്രോഡക്റ്റ്. എങ്ങനെയാ? മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. ഇതിനെയാണ് സെറ്റ്സ് ഓഫ് റൂൾ എന്ന് പറയാം. അപ്പോൾ ഒരു സംശയം, ഈ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ അതെങ്ങനെ മനസ്സിലാക്കാൻ? ഒന്നുമില്ലടാ മക്കളെ, കേട്ടോളൂ. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ മാക്സിമം ആൽക്കൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്യണം. ഡബിളി ബോണ്ടഡ് കാർബണിൽ മോർ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇഫ് മോർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു ഡബിളി ബോണ്ടഡ് കാർബൺ, then that alkene will be more substituted and that will be the major product. കണ്ടോ? ഈ എക്സാമ്പിളിൽ ഈ രണ്ടാമത്തെ പ്രോഡക്റ്റ് നോക്കിക്കേ. 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ടിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും 2 ആൽക്കൈൽ ഗ്രൂപ്പ് കണക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് വരച്ച പ്രോഡക്റ്റിൽ ഒരു സൈഡിൽ മാത്രമേ ആൽക്കൈൽ ഗ്രൂപ്പ് കണക്റ്റ് ആയിട്ടുള്ളൂ. ഏതാ മേജർ പ്രോഡക്റ്റ് എന്ന് പറയാം? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ മേജർ പ്രോഡക്റ്റ്. എങ്ങനെയാണ് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെന്ന് കണ്ടുപിടിക്കുക? മോർ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഡബിളി ബോണ്ടഡ് കാർബൺ, അതായിരിക്കും സ്റ്റേബിൾ, അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ആ റൂളിന് പറയുന്ന പേരെന്താ? അതാണ് സെറ്റ്സ് ഓഫ് റൂൾ. എപ്പോഴാ സെറ്റ്സ് ഓഫ് റൂളിൻ്റെ ആവശ്യം വരിക? നിങ്ങൾക്ക് തന്ന കോമ്പൗണ്ടിൽ 2 ഡിഫറെൻറ്റ് ബീറ്റ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ സെറ്റ്സ് ഓഫ് റൂൾ. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. വേറൊരു എക്സാമ്പിളിലേക്ക് പോകാം. യു സി, കൺസിഡർ
CH3 നോക്കൂ, CHBr, CH2, CH3. ഇതിലേക്ക് ആൽക്കഹോളിക് KOH ചേർത്ത് ഹീറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രോഡക്റ്റ്? നോക്കൂ, 2-ബ്രോമോ പെൻറ്റെയിൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കോമ്പൗണ്ട്. ഏതാ? 2-ബ്രോമോ പെൻറ്റെയിൻ. മക്കളെ, ആൽഫ എന്ന് പറഞ്ഞാൽ ബ്രോമിൻ കണക്ട് ചെയ്തത് നിയറസ്റ്റ് വരുന്നത് ബീറ്റ. നോക്കിക്കേ, 2 ബീറ്റ ഉണ്ട്. ഒന്ന് CH3 ആണ്, വേറൊന്ന് CH2 ആണ്. വളരെ കൃത്യമല്ലേ? 2 ബീറ്റ ഡിഫറൻ്റ് ആണ്. 2 ബീറ്റ ഡിഫറൻ്റ് ആയാൽ എത്ര പ്രോഡക്ട്സാ? 2 പ്രോഡക്റ്റ്. നമുക്ക് ആദ്യം ഈ സൈഡിൽ സ്റ്റാർട്ടിംഗ് ബീറ്റയിൽ നിന്ന് കട്ട് ചെയ്തു, -HBr. അപ്പോൾ പ്രോഡക്റ്റ് ഏതാണ്? സ്റ്റാർട്ടിംഗ് ബീറ്റയിൽ നിന്ന് കട്ട് ചെയ്ത പ്രോഡക്റ്റാണ് ഞാൻ എഴുതുന്നത്. നോക്കിക്കേ, അപ്പോൾ അത് CH2 എന്നാവും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനിടയിൽ ഡബിൾ ബോണ്ട് വരക്കണം. സോ CH2, CH3. പെൻഡ് 1E ആണ് കിട്ടുന്നത്. പെൻഡ് 1E. ഇനി സെക്കൻഡ് ബീറ്റ ഇതാ, അടുത്ത ഈ ബീറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ. ഇതാ ഇവിടെ കാണുന്ന ഈ രണ്ടാമത്തെ ബീറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യാം. സോ വാട്ട്? നോക്കൂ, CH3, CH റിമൂവ് ചെയ്താൽ പിന്നെ അതിനിടയിൽ ഡബിൾ ബോണ്ട് വരക്കണം. നൗ CH2, CH3. നോക്ക്, ആദ്യത്തെ പ്രോഡക്റ്റ് പെൻഡ് 1E ആണ്, രണ്ടാമത്തെ പ്രോഡക്റ്റ് പെൻഡ് 2E ആണ്. എല്ലാ കുട്ടികൾക്കും മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ട്. ഇതിലേതാ മേജർ പ്രോഡക്റ്റ്? മക്കളെ, മേജർ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ മേജർ ആണ്. എന്താ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ? ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിൽ മാക്സിമം ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണം. മോർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് attached to doubly bonded carbon will be more stable and that will be the most stable and major product. ഈ റൂളിനെയാണ് സെറ്റ്സഫ് റൂൾ എന്ന് നേരത്തെ പറഞ്ഞത്. നോക്കൂ, വെരി ക്ലിയർ. ഇതാണ് മേജർ പ്രോഡക്റ്റ്. സെക്കൻഡ് ആണ് മേജർ പ്രോഡക്റ്റ്, കാരണം ഡബിൾ ബോണ്ടിൽ 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. ആദ്യത്തെ കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. മോർ നമ്പർ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഡബ്ലി ബോണ്ടഡ് കാർബൺ, ദാറ്റ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് മേജർ പ്രോഡക്റ്റ്. ഈ റൂളിനെയാണ് എന്ത് പറയാം? സെറ്റ്സ് ഓഫ് റൂൾ എന്ന് പറയാം. ഈ റിയാക്ഷൻ ടോട്ടലി ജനറലി ഇറ്റ് ഈസ് കോൾഡ് ഡീഹൈഡ്രോ ഹാലജനേഷൻ. ക്ലിയർ? ഓക്കെ. ഇനി ഹാലോ ആൽക്കീൻസിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ചെറിയ പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയും. ഗ്രിഗ്നാർഡ് റിയേജന്റ്. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? ഒരു സിമ്പിൾ പോയിന്റ് ആണ്. ലിസൺ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെഗ്നീഷ്യം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെഗ്നീഷ്യം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം RMgX. ഇതിനെയാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയാം. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഹൗ വിൽ യു പ്രിപ്പയർ ഗ്രിഗ്നാർഡ് റിയേജന്റ്? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെഗ്നീഷ്യം ഇൻ ഡ്രൈ ഈതർ ടു ഫോം ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് വിച്ച് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ CH3Br plus Mg gives CH3MgBr. It is an example for Grignard reagent. It is carried out in the presence of dry ether. Clear? ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റിൽ പഠിച്ചിരിക്കേണ്ട കാര്യം. ഇനി 2 സ്പെസിഫിക് റിയാക്ഷൻസ് കൂടി ഞാൻ പറയാം. ഒന്ന്, ഫിറ്റീഗ് റിയാക്ഷൻ എന്നൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഫിറ്റീഗ് റിയാക്ഷൻ. യു സി, ഫിറ്റീഗ് റിയാക്ഷൻ അറൈൽ ഹാലൈഡ്സിൽ വരുന്നതാണ് ഫിറ്റീഗ് റിയാക്ഷൻ. എന്താണ് ഫിറ്റീഗ് റിയാക്ഷൻ? റിമെമ്പർ, അറൈൽ ഹാലൈഡ്സിൻ്റെ 2 മോൾസ് കൺസിഡർ ചെയ്യാം. 2 മോൾസ് ഓഫ് അറൈൽ ഹാലൈഡ്സ്. ഇത് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യാം, മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യാം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. എന്തൊക്കെ റിയാക്റ്റൻ? അറൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ. എങ്ങനെയാ പ്രോഡക്റ്റ് നോക്കൂ.
രണ്ട് ഹാലജൻ സോഡിയവുമായിട്ട് കമ്പൈൻഡ് ആവും. സോ വി ഗെറ്റ് 2NaX. കണ്ടോ, ഈ രണ്ട് ഹാലജനും അവിടുന്ന് സോഡിയവുമായിട്ട് കമ്പൈൻഡ് ആകും. നൗ വാട്ട് ഈസ് ദ മെയിൻ പ്രോഡക്റ്റ്? കണ്ടോ, ആ രണ്ട് ഫിനൈൽ റിങ് ഇതേപോലെ കണക്ട് ചെയ്യുക. രണ്ട് ഫിനൈൽ റിങ് ഇതേപോലെ കണക്ട് ചെയ്യുക. ഡൈഫിനൈൽ എന്നാണ് പ്രോഡക്റ്റ് നെയിം. എന്താ? ഡൈഫിനൈൽ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫിറ്റീഗ് റിയാക്ഷൻ. അറൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ടു ഫോം ഡൈഫിനൈൽ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫിറ്റീഗ് റിയാക്ഷൻ. മക്കളെ, ഒരു റിയാക്ഷനും കൂടി അറൈൽ ഹാലൈഡ്സിൽ വരുന്നുണ്ട്. നോക്കൂ, ഇത് അറൈൽ ഹാലൈഡാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് അറൈൽ ഹാലൈഡ്. ഇറ്റ് ഈസ് അറൈൽ ഹാലൈഡ്. നൗ ഇറ്റ് ഈസ് ആൽക്കൈൽ ഹാലൈഡ്. കണ്ടോ, 1 മോൾ അറൈൽ ഹാലൈഡും 1 മോൾ ആൽക്കൈൽ ഹാലൈഡും റിയാക്ട് വിത്ത് സോഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ശ്രദ്ധിക്കൂ, 1 മോൾ ഓഫ് അറൈൽ ഹാലൈഡ് ആൻഡ് 1 മോൾ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം. നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ഹാലജനും സോഡിയവുമായിട്ട് കമ്പൈൻഡ് ആകും. 2NaX. ബാക്കിയുള്ള ആ ഫിനൈൽ റിങ് വരയ്ക്കുക. നോക്കൂ, ഫിനൈൽ റിങ് വരയ്ക്കുക. അതിലേക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങനെ കണക്ട് ചെയ്യുക. വി ഗെറ്റ് ആൽക്കൈൽ ബെൻസീൻ. പ്രോഡക്റ്റ് ഏതാ? ആൽക്കൈൽ ബെൻസീൻ ഫോം ചെയ്യും. ആൽക്കൈൽ ബെൻസീൻ. ഈ റിയാക്ഷൻ്റെ നെയിമാണ് വുഡ്സ് ഫിറ്റീഗ് റിയാക്ഷൻ എന്ന് പറയും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് വുഡ്സ് ഫിറ്റീഗ് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റീഗ് റിയാക്ഷൻ. വാട്ട് ഈസ് വുഡ്സ് ഫിറ്റീഗ് റിയാക്ഷൻ? അറൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം ടു ഫോം ആൽക്കൈൽ ബെൻസീൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് വുഡ്സ് ഫിറ്റീഗ് റിയാക്ഷൻ. മക്കളൊന്ന് റീകോൾ ചെയ്തേ. വാട്ട് ഈസ് ഫിറ്റീഗ് റിയാക്ഷൻ? അറൈൽ ഹാലൈഡ് എലോൺ. അറൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ടു ഫോം ഡൈഫിനൈൽ. ദാറ്റ് ഈസ് കോൾഡ് ഫിറ്റീഗ് റിയാക്ഷൻ. ഇതാണ് ഫിറ്റീഗ് റിയാക്ഷൻ. കണ്ടില്ലേ, അറൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്ത് ഡൈഫിനൈൽ ഉണ്ടാകുന്നത് ഫിറ്റീഗ് റിയാക്ഷനും. ഏതാ വുഡ്സ് ഫിറ്റീഗ് എന്ന് ചോദിച്ചാൽ അറൈൽ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡും റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ബെൻസീൻ കിട്ടുന്ന റിയാക്ഷൻ വുഡ്സ് ഫിറ്റീഗ് റിയാക്ഷനുമാണ്. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ ഹാലോ ആൽക്കൈൻ ഹാലോ അറീൻസ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റർ വെരി വെൽ. താങ്ക്സ് ടു ആൾ. സി യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഗുഡ് ബൈ.